കോഴിമുട്ട വീട്ടിലിരിപ്പുണ്ടോ? വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തവ എഗ് ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു തവ എഗ് ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ടേനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചാലും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാന് നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 സവാള കട്ട് ചെയ്തെടുത്തതാണ്, ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുത്തതിന് ശേഷം നല്ലൊരു കളർ ചേഞ്ച് ആവുന്നതായിരിക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള വഴണ്ട് വരുന്നവർക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരേക്കും നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ കളർ ആയതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റവ് ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മുളകുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം സ്റ്റവ് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതേ രീതിയിലാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. സ്റ്റവ് സിമ്മിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതേപോലെ മസാലയെല്ലാം നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഉപ്പ് കുറവായിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തവ എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മുട്ടയുടെ പിൻഭാഗം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തവ എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തവ എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോൾ അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒന്നും നമുക്ക് ചായക്ക് കടിക്കാൻ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ്. അതേപോലെ ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാം. അതേപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയാനും മറക്കരുത്.